കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനവുമായി ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. വിശേഷിച്ച് ഞാൻ നിയമനം എന്നൊരു സബ്ജക്റ്റ് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സന്ദേശമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനേകർക്ക് ആ സന്ദേശം അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാനിടയായി. എന്നാൽ ചില സാങ്കേതിക തകരാറ് കൊണ്ട് ആ സന്ദേശം ഡിലീറ്റ് ആകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതേ സന്ദേശം ഒന്നും കൂടെ പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ സന്ദേശം നമുക്ക് ഒന്നുകൂടെ ശ്രവിക്കാം. ദയവായി നിങ്ങളുടെ വിലയേറിയ നിമിഷങ്ങൾ ശ്രദ്ധയായി ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിന് ആധാരമായിട്ടുള്ള വാക്യം ഞാനിവിടെ വായിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്. ആ വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നിയമനത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്ന വിഷയം. അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ ആ ഒന്നുകൂടെയുള്ള ആ മെസ്സേജിൻ്റെ വിഷയം നിയമനങ്ങളാണ്. നിയമനം എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അപ്പോയിന്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു സന്തോഷകരമായ അനുഭവമാണ്. ഒരു ജോലിയിൽ അപ്പോയിന്റഡ് ആയാൽ, ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പേ നാം സക്സസ് ആയതിനു ശേഷം ആ ജോലി ലഭിച്ചാൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആ വിദ്യാർത്ഥിക്ക് എത്രയധികം സന്തോഷമുണ്ടാകും. അതുപോലെ സന്തോഷമുണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പോയിന്റഡ് അഥവാ നിയമനം അഥവാ നിയമനങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിച്ച വാക്യം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കുമുള്ള നിയമനമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂമിയിൽ ഒരു വ്യക്തി ഏത് മതത്തിലാകട്ടെ, ഏത് വിഭാഗത്തിലാകട്ടെ, ഏത് ജാതിയിലാകട്ടെ അവൻ ജനിച്ചാൽ അവനൊരു നിയമനമാണത്. അവൻ അറിയാതെ, അവൻ ആവശ്യപ്പെടാതെ, അവൻ ആഗ്രഹിക്കാതെ മറ്റാരോ ഈ ഭൂമിയിൽ അവനെ ജനിപ്പിച്ചു, മനുഷ്യനെ ജനിപ്പിച്ചു. അവന് നിയമനം ലഭിച്ചു. അവൻ ജനിച്ചു, അവൻ ജീവിച്ചു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. എന്നാൽ ഈ വാക്യം പറയുന്നത് അടക്കപ്പെട്ടു മീൻസ് മരണശേഷം ഒരു ന്യായവിധി, ഒരു ജഡ്ജ്മെന്റിന്റെ മുമ്പാകെ അവൻ നിൽക്കേണ്ടി വരുമെന്നാണ് ഈ വചനം ഓർപ്പിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഭൂമിയിൽ സകല ജാതികളിലുമുള്ള മനുഷ്യർ, സകല മതത്തിലും വിശ്വസിക്കുന്ന മനുഷ്യർ, സകല വിഭാഗത്തിലുമുള്ള മനുഷ്യർ ആണെന്നും പെണ്ണെന്നുമായി ജനിച്ച് ജീവിച്ച് മരിച്ച് ആ ജഡ്ജ്മെന്റിന്റെ മുൻപിൽ, ആ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. എത്ര ഉയർന്നവനാണേലും, എത്ര ധനവാനാണേലും, എത്ര താഴ്ന്നവനാണേലും, എത്ര പണ്ഡിതനാണേലും, എത്ര പാരമ്പര്യം അവകാശപ്പെടുവാൻ തത്തുല്യമായ യോഗ്യതയുള്ളവനാണേലും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചോ നിശ്ചയമായും അവനൊരു ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് തിരുവെഴുത്ത് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, അറിഞ്ഞോ അറിയാതെയോ അവൻ ആ ജഡ്ജ്മെന്റിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ആ മനുഷ്യന്റെ ജനനം കൊണ്ട്, ജീവിതം കൊണ്ട്, മരണം കൊണ്ട് ആ മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയതിന്, ആ മനുഷ്യന്റെ മുൻപിൽ ആ മനുഷ്യന്റെ പിൻപിൽ ജനനത്തിനുള്ള കാരണത്തിന് സൂപ്പർ നാച്ചുറൽ പവറിന് ഒരു ഉദ്ദേശം ഉണ്ടെന്നല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരു ഉദ്ദേശം ഉണ്ട് എന്നല്ലേ? അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു ആ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്ന ദൈവം, ആ ദൈവമാണ് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച്, ജീവിപ്പിച്ച്, മരിച്ച് ന്യായാസനത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, അതിന് ഇവിടെ ജനിക്കുന്നവൻ കാരണമല്ല, അതിന് ഇവിടെ ജീവിക്കുന്നവൻ കാരണമല്ല, അതിന് മരിക്കുന്നവൻ കാരണമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് അതിന് കാരണം. ദൈവത്തിന് സ്തോത്രം. ചിലർ ചോദിക്കും, എൻ്റെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഇത് എൻ്റെ വിധിയാണ്, എൻ്റെ തലവിധിയാണെന്നൊക്കെ പറയുന്ന പഴമക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയരെ. ശരിയാണ്, അതാണ് അവിടെ ജഡ്ജ്മെന്റ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് എല്ലാ മനുഷ്യർക്കും ഒരു വിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഒരു കോടതിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ പറയുകയാണത്. എന്നാൽ ആ കോടതിയുടെ മുമ്പിൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു പ്രാഗൽഭ്യം, ഒരു ഉറപ്പ്, ഒരു ധൈര്യം എങ്ങനെ കരസ്ഥമാക്കാം? എന്നെ കേൾക്കുന്ന പ്രിയരെ, അതാണ് ബൈബിൾ പറയുന്നത്, അതാണ് ആ ദൈവം പറയുന്നത്, അതാണ് ദൈവപുത്രൻ പറയുന്നത്, അതാണ് യേശു ക്രിസ്തു പറയുന്നത്. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചാൽ, അവൻ ജീവിച്ചാൽ, അവൻ മരിച്ചാൽ, അവന് ധൈര്യത്തോടെ നിൽക്കാൻ ഒരു ന്യായാസനത്തിന് മുമ്പാകെ കഴിയണമെങ്കിൽ അവൻ യേശുവിൻ്റെ വഴിയെ പോകുന്നവനായിരിക്കണം. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് അവനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് ഒരു വ്യക്തി വിശ്വസിച്ചാൽ അവന് ദൈവ പൈതലാകുവാൻ, യേശുവിൻ്റെ അനുഗാമി ആകുവാൻ, ആ ജഡ്ജ്മെന്റിന്റെ മുൻപിൽ ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ, ഉറപ്പോടെ നിൽപ്പാൻ പ്രാപ്തനാക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ വഴി അറിയില്ല എങ്കിൽ, ഈ അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ, ഈ രക്ഷ കരസ്ഥമാക്കിയിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ ഇരിക്കുന്ന ഇരിപ്പിടത്ത് നിന്നുകൊണ്ട്, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഗ്രഹിക്കുന്നു, ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, അവിടെ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ എന്നെ അവിടുത്തെ മകനാക്കണമേ എന്ന് ഒരു വാക്ക് ഹൃദയത്തിലൊന്ന് പറഞ്ഞാൽ, ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ചാൽ, ആ നിമിഷം ആ വ്യക്തി ഇതുവരെ അനുഭവിക്കാത്ത ദൈവസ്നേഹം, ദൈവകൃപ, സമാധാനം അനുഭവിക്കാനിടയാകും. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മുതൽ അവൻ്റെ ഹൃദയത്തിൽ ഈ പ്രാഗൽഭ്യം വന്നിരിക്കും. അതിന് ജാതിയില്ല, മതമില്ല, കുലമില്ല, ഗോത്രമില്ല, സഭയില്ല, ഉയർന്നവനെന്നില്ല, താഴ്ന്നവനെന്നില്ല, സമ്പന്നനെന്നില്ല, ദരിദ്രനെന്നില്ല, പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, ആണായാലും പെണ്ണായാലും അവന് ആ ഭാഗ്യപദവി, അവന് ആ രക്ഷയുടെ സന്തോഷം, അവന് ആ പ്രാഗൽഭ്യം ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ആ ന്യായാധിപതിയുടെ മുൻപിൽ, ന്യായാസനത്തിന്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ
കഴിയും. നിശ്ചയമായും ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും ആ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു നിയമനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഭാഗ്യം ലഭിച്ച സകലരും. അത് റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ തെരഞ്ഞെടുത്തവരെ തേജസ്കരിച്ചും പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ ഒരു വചനഭാഗമാണത്. എന്ന് വെച്ചാൽ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് അവന്റെ വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു നിയമനമുണ്ട്. അതെന്താ? യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക. അതെന്താ പ്രിയരെ? ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത് ഒരു രാജ്യത്തിലേക്ക്. അതേത് രാജ്യം? അതാണ് ബൈബിൾ പറയുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നോക്കൂ, ദൈവത്തിൻ്റെ രാജ്യം സംജാതമാകാൻ യേശുക്രിസ്തു ഭൂമിയിൽ വെളിപ്പെടുവാൻ സമയമെടുത്തിരിക്കുന്നു. കാലം തികഞ്ഞു. യോഹന്നാൻ വിളിച്ചു പറയുക, മത്തായി 3-ാം അധ്യായത്തിലുണ്ട്, കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തര അനുഭവത്തിൽ വന്ന, ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനന അനുഭവത്തിൽ വന്ന ഒരു വ്യക്തിക്ക് ആ ജഡ്ജ്മെന്റിന്റെ മുൻപിൽ ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ, കൃപയോടെ, സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ആ വ്യക്തിക്ക് അവിടുത്തെ രാജ്യത്തിലേക്ക്, ആമേൻ, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ തുറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാകുന്നു വാതിൽ. വാതിൽ തുറക്കപ്പെടുകയാണ്. എവിടേക്ക്? ദൈവരാജ്യത്തിലേക്ക്. എവിടേക്ക്? യേശുവിന്റെ രാജ്യത്തിലേക്ക്. എവിടേക്ക്? യേശുവിനെ പോലെ ജീവിച്ച്, യേശുവിനെ പോലെ ഈ ഭൂമിയിലായിരുന്ന കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങളുടെ നടുവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിതം സാക്ഷീകരിച്ച വിശുദ്ധന്മാർക്ക്, ഭക്തന്മാർക്ക്, ദൈവത്തെ അന്വേഷിച്ചവർക്ക്, ദൈവത്തിന് വേണ്ടി ജീവിച്ചവർക്ക് ഒരു രാജ്യം, യേശുവിന്റെ രാജ്യം. അതുകൊണ്ട് യേശു പറയുന്നത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ, ആദ്യം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പീൻ. മത്തായി 25 വളരെ ശക്തമായി യേശു ആഹ്വാനം ചെയ്യുകയാണ്. ആ രാജ്യത്തിൽ പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. ആർക്ക്? രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച ഏതൊരു ദൈവ പൈതലിനും, ഏതൊരു അഭിഷിക്തനും, ഏതൊരു അപ്പസ്തലനും ആ രാജ്യത്ത് പ്രവേശിക്കാൻ നിയമനം ലഭിച്ചിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും. ഹല്ലേലൂയ! നാം എത്ര ഭാഗ്യവാന്മാരാണ് പ്രിയരെ. നമുക്ക് ആ നിയമനം ലഭിച്ചിരിക്കുകയാണ്. എവിടേക്ക്? ദൈവരാജ്യത്തിലേക്ക്, യേശുവിൻ്റെ രാജ്യത്തിലേക്ക്, പിതാവ് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ രാജ്യത്തിലേക്ക്, ആ നിത്യ ജീവിതത്തിലേക്ക്, ആ നിത്യജീവനിലേക്ക്. ഒറ്റ വഴി, യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി അംഗീകരിച്ച്, യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച്, വിശുദ്ധി അനുഷ്ഠിച്ച്, വേർപാടനുഷ്ഠിച്ച്, കർത്താവിന് വേണ്ടി ജീവിച്ച ആ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കുകയും ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇങ്ങനെ അനുഗ്രഹീത നിയമനങ്ങളാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. കർത്താവായ ദൈവമേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ കരങ്ങളിലേക്ക് ഈ സന്ദേശം കേൾക്കുന്നവരെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിനെ അറിയാത്തവർ അങ്ങേ അറിയുവാൻ
ദൈവരാജ്യത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഒരുക്കപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന പിതാവേ, ആമേൻ. ഗാഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.